ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന, പുലാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ സാധാരണ എന്താ പറയുക, നാടൻ മുട്ടക്കറിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള, നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ളതാണ്. ടേസ്റ്റിന് നല്ല ടേസ്റ്റുള്ള, നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ഉള്ള മുട്ടക്കറി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുട്ട നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എല്ലാ മുട്ടയും കുത്തി കൊടുക്കുക. 5 6 എത്രയും നമുക്ക് വേണ്ട വെച്ചാൽ അത്ര മുട്ട എടുക്കാം. ഇതുപോലെ കുത്തി കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താൽ മതി, വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. അപ്പോൾ അതിങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നത് ആ മസാലയൊക്കെ അതിലേക്ക് ഇറങ്ങി, ഗ്രേവിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മസാലയൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കാനാണ് കേട്ടോ. കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ്, ഒരു ലേശം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് എന്താ പറയുക മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക. ഇത് കുറേ നേരം ഇട്ടിട്ട് വറുത്തെടുക്കരുത്, കാരണം പിന്നെ പൊടി കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കുറേ നേരം ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ മുട്ടയുടെ പുറം ഭാഗം ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ നേരം ഇട്ടിട്ടൊന്നും വറുക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ ഞാൻ മുട്ട എപ്പോഴും ബോയിൽ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റിലും കൂടുതൽ ബോയിൽ ചെയ്യരുത്. ഓവറായിട്ട് ബോയിൽ ചെയ്താൽ മുട്ടയുടെ ഉൾഭാഗത്തുള്ള മഞ്ഞക്കരു ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും, ഒരു ഗ്രേ കളറ്, ബ്ലാക്കിഷ് ഗ്രേ കളറായിട്ട് മാറും. അപ്പോൾ നമ്മൾ മുട്ടയൊന്നും ഓവർ കുക്ക് ചെയ്യരുത്. പിന്നെ മുട്ട വേവിക്കുമ്പോൾ ഒരു ലേശം ഉപ്പിട്ടാൽ മതി, 1 ടീസ്പൂൺ ഉപ്പിടുക. അപ്പോൾ ഇത്രയും മുട്ട ഇടുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കഴിഞ്ഞാൽ മുട്ടയുടെ തൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാനും പറ്റും. പിന്നെ മുട്ട പൊട്ടി പോവില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ടിപ്പാണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ. അതേ കടായിലേക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു 3 എന്താ പറയുക കരയാമ്പൂ, 2 ഏലക്ക, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇത് തോന്നുന്നുണ്ടാവില്ലേ, സാധാരണ ഈ മുട്ടക്കറിയിലേക്ക് ഇങ്ങനെ നല്ല ജീരകം ഇട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ 1 ടീസ്പൂൺ കടുക് വറുത്തിട്ടാലും മതി കേട്ടോ. പക്ഷെ ഒരു കാര്യമാണ്, കടുക് വറുത്തിടുമ്പോൾ ഫ്ലേവറിന് കുറച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നല്ലത് ജീരകം തന്നെയാണ്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂണ്, അതായത് 3 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ പച്ചമണം മാറണം, നന്നായി വഴന്ന് കിട്ടണം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക. ഇതിൽ കറിവേപ്പില ഇടില്ല കേട്ടോ, അതിൽ ഒരു നോർത്ത് സ്റ്റൈലിലാണ് ഇത് വരുന്നത്. ജീരകമൊക്കെ അല്ലേ നമ്മൾ വറുത്തിട്ടിടുന്നത്. അപ്പോൾ ഇതിൽ മല്ലിയില ഒക്കെയാണ് ഇടുന്നത്. പിന്നെ ലാസ്റ്റ് കസൂരി മേത്തി ഇടുന്നുണ്ട്. കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഇട്ടോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, മല്ലിയില മാത്രം ഇട്ടാൽ മതി. നന്നായി വഴന്ന് വരട്ടെ.
നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല മുളക് പൊടി വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. കറിക്ക് നല്ല കളറും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഗുണം അതാണ്, നല്ല കൊഴുപ്പായിരിക്കും കറിക്ക്. അത് ചട്നി ചമ്മന്തിയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പാണ്. അതേപോലെ തന്നെ നല്ല കളറും കിട്ടും, ടേസ്റ്റ് വേണം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്. ചെറിയ ജീരകമെന്നോ നല്ല ജീരകമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഒരു 1/2 ടീസ്പൂണ് അതും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റണം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഞാൻ അപ്പപ്പോൾ അതേ സമയത്ത് കുരുമുളക് പൊടി ചതച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കാറാണ് പതിവ്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഞാൻ ഒരു 2 വലിയ തക്കാളി, നല്ല വലിയ തക്കാളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ, അല്ല മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ ഒരു 3 എണ്ണം എടുത്തോളൂ. അപ്പോൾ 2 വലിയ തക്കാളി മിക്സിയിലിട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തത്. അങ്ങനെ വല്ലാതെ അങ്ങനെ പേസ്റ്റ് ആക്കണ്ട, തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നന്നായിട്ട് വഴറ്റിയിട്ട് ആ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിയണം. എൻ്റെ ശബ്ദം കുറച്ച് ശരിയല്ല കേട്ടോ, കാരണം ജലദോഷം ഭയങ്കര തുമ്മലൊക്കെയാണ്. അപ്പോൾ അത് കാരണം ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്, ഒന്നും ക്ഷമിക്കണം. ഇവിടെ ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്ലൈമറ്റൊക്കെയാണ്. അപ്പോൾ വിൻ്ററിൽ നിന്ന് ഇപ്പോൾ സ്പ്രിങ് സീസണിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പോളൻ ഗ്രെയിൻസും അതൊക്കെ ഒരുപാട്, അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അലർജി കാരണം ഭയങ്കര കോൾഡും തുമ്മലൊക്കെ വന്നു. ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ, ഇവിടെ നോർത്തിൽ പൊല്യൂഷൻ ഭയങ്കരമാണ്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് സിറ്റിയിൽ ഒന്നാണ് ഡൽഹി, ഈ ഭാഗങ്ങളൊക്കെ. ഒരടപ്പുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ടൊമാറ്റോ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം, ഇതിന് ടേസ്റ്റ് കൂട്ടാൻ ഉള്ളത്. അപ്പോൾ നമ്മൾ നാടൻ കേരള സ്റ്റൈലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങ അരച്ചത് ചേർക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ചേർക്കും. അതിന് വേണ്ടിയിട്ട് തേങ്ങയ്ക്ക് പകരം നമ്മൾ വേറെ സാധനം ചേർക്കുന്നത് 12 കശുവണ്ടി പരിപ്പ് നമ്മൾ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. അതിനേക്കാൾ കൂടുതൽ നല്ലത് തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ഒന്ന് പേസ്റ്റ് ആക്കിയാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കി എടുത്താൽ മതി. ഒരു 12 എണ്ണം മതി കേട്ടോ കാഷ്യൂ. കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും, നല്ലൊരു സ്വാദുമാണ്. ഇത് നന്നായിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്നോട് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ തിളച്ച വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ അവിടെ മാറി കിട്ടും ചെയ്യും. തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് വെച്ചാലും മതി, അത്ര മതി. എന്നിട്ട് അവിടെ അരച്ചെടുത്താൽ മതി കുറച്ച് വെള്ളം ചേർത്തിട്ട്. അപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ ജാറിൽ കശുവണ്ടി അരച്ച ആ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി കഴുകിയിട്ട് ഇതിൽ ഒഴിച്ച് തരണം കേട്ടോ. അപ്പം എല്ലാം ഒഴിച്ചതിൻ്റെ ശേഷം എന്താ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം ഒഴിക്കാം. ഗ്രേവി എന്നിട്ട് കുറുകി വരണം.
അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ്. എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വരണം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ അത് ഗരം മസാല ഈ പറഞ്ഞ പോലെ മുളക് പൊടി തന്നെ കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഗരം മസാല എത്ര ചേർക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഗരം മസാല ഓരോ ഗരം മസാലയ്ക്കും ഫ്ലേവർ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ചേർക്കുക. ഇനി ഇതിലേക്ക് ഈ മുട്ടയും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയണം, ഒന്ന് തിളപ്പിക്കാം. പിന്നെ അത് പറഞ്ഞ പോലെ മുട്ട ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത കാരണം കുറേ നേരിട്ട് തിളപ്പിക്കരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ മുട്ട ഹാർഡാവും. ഈ പ്രോട്ടീനായിട്ടുള്ള എന്ത് സംഭവങ്ങളും മുട്ട, പനീർ, അതേപോലെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഈ ചെമ്മീനില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കുറേ നേരിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാർഡായി പോകും. അപ്പോൾ പനീരൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒരു 1-2 മിനിറ്റ് ബോയിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ല ഫ്രഷ് പനീരാച്ചാൽ 1 മിനിറ്റൊക്കെ ധാരാളം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതാ തള വന്നു തുടങ്ങി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറുകി കഴിഞ്ഞ് എണ്ണ തെളിയും വേണം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കറിയൊക്കെ റെഡിയായി. നല്ല കൊഴുന്നനുള്ള കറി കണ്ടില്ലേ? നമ്മൾ ആ കാഷ്യൂ പേസ്റ്റും തക്കാളി അരച്ചൊക്കെ ചേർത്തപ്പോൾ കറി എന്ത് നല്ല കൊഴുന്നനെ, അല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്താൽ അതേപോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലേ? നല്ല ടേസ്റ്റാട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകമാണ്, നല്ല സ്വാദുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പുലാവിൻ്റെ കൂടെയൊക്കെ നല്ല സ്വാദാണിത്. അതുകൊണ്ട് എണ്ണയൊക്കെ മീത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കിയപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ തുറന്ന സമയത്ത് കണ്ടിരുന്നില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി ഉലുവയില ഉണക്കി പൊടിച്ചതാണിത്. ഉണക്കി പൊടിച്ചത് ചേർക്കാം. ഇതൊരു ഫ്ലേവറിനാണ് ചേർക്കുന്നത്. നല്ല സ്വാദാണ്. പിന്നെ ഉലുവയില വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാച്ച ഒരു പ്രശ്നമില്ല, ചേർക്കണ്ട. ഇതില്ലാതെ ഉണ്ടാക്കാം, സ്വാദുണ്ട്. നമുക്ക് മല്ലിയില ചേർത്താൽ മതി. ഉലുവയില ഇല്ലെങ്കിൽ മല്ലിയിലും ചേർക്കുക. നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.